നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ, കുട്ടികളായിരിക്കുമ്പോൾ നമുക്കുള്ളിലെ നിഷ്കളങ്കത പ്രായം കൂടുന്നതിനനുസരിച്ച് തീർത്തുമില്ലാതാകുന്നു. സാർ, അത് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് മുന്നിലുള്ള ലോകവും മനുഷ്യരുമായി ഇടപെടേണ്ടി വരുന്നതുകൊണ്ടാണ്. അവരുമായി ഇടപെടുമ്പോൾ ഉള്ളിലെ ആ നിഷ്കളങ്കത എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. എന്റെ ചോദ്യം ഇതാണ് സാർ, ആ നിഷ്കളങ്കത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെ ലോകവുമായി ഇടപെടും? നിഷ്കളങ്കതയുടെ അർത്ഥം സത്യമെന്ന് തന്നെയാണ്. ഇന്നസെന്റ് എന്നാൽ എന്താണെന്ന് അറിയാമോ? നോട്ട് ഗിൽറ്റി. മോശമായി തോന്നരുതെന്നുമാണ്. അതെ, ഇന്നസെന്റ് എന്നാൽ അയാളുടെ മേൽ ഇനിയൊരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്തയാൾ എന്നാണ് അർത്ഥം. എന്താണ് കുറ്റം? കുറ്റം എന്നാൽ ഇതാണ്: സത്യത്തെ വിട്ട് ലോകത്തെ മുറുകെ പിടിക്കുന്നതാണ് കുറ്റം. അതുകൊണ്ടാണ് കാര്യങ്ങൾ മോശമായി തോന്നുന്നത്. കുട്ടികളിൽ ആ കാര്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും നിഷ്കളങ്കതയുള്ളത്. കുട്ടികളിപ്പോൾ ഇവാനല്ലേ സദാചാരം സാർ? അതെ, ഇതാണ്. ആചാര്യജി, പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നിർത്തിയാലും ഉള്ളിലെ അസ്വസ്ഥതയെ ശാന്തമാക്കിയാലേ ഒരു നല്ല പോരാട്ടം ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയൂ. ആ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുക. അത് സ്വയം ഉള്ളിൽ ഇറങ്ങി വരും. അപ്പോൾ സംസാരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല. പക്ഷെ പ്രവേശിക്കാതെ വരുമ്പോൾ ഒരു തുടർച്ച കിട്ടുന്നില്ല. പ്രവേശിക്കുക എന്നത് ഒരു തീരുമാനമാണ്. നോക്കൂ, നിങ്ങളിപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുകയാണെന്ന് കരുതുക, ശരിയല്ലേ? ചുറ്റും വെടിയൊച്ചകൾ മുഴങ്ങുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ ഓർക്കുമോ? അതാണ് കാര്യം. അതാണ് സംഭവിക്കുന്നത് സാർ. മുന്നിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നമുക്ക് വലുതായി തോന്നുക. പഴയത് മാഞ്ഞു പോകുന്നു. വലിയ വലിയ വെല്ലുവിളികൾ സ്വീകരിക്കുക. ഭൂതകാലത്തെ മറികടക്കാൻ അതിനപ്പുറം മറ്റൊരു വഴിയുമില്ല.